സർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സ്വാതന്ത്ര്യദിന സന്ദേശത്തെ വ്യാഖ്യാനിച്ചും ദുർവ്യാഖ്യാനിച്ചും വളരെയധികം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സത്യത്തിൽ ഈ 104 മിനിറ്റ് പ്രസംഗിച്ച പ്രധാനമന്ത്രി രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അതൊന്നും അധികം ചർച്ചയായിട്ടില്ല. സത്യത്തിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെ വിഷയങ്ങൾ അദ്ദേഹം സ്പർശിച്ചു, പരോക്ഷമായിട്ട് ആരെയൊക്കെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ ആർക്കൊക്കെ മറുപടി നൽകിയിട്ടുണ്ട്, ഒന്ന് വിശദീകരിക്കാം. ഈ ഇത്രയും ദൈർഘ്യമായ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ നേരെ വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്കെതിരെ ഒരു ശക്തമായ സന്ദേശവും താക്കീതും ഒക്കെ കൊടുത്തിരിക്കുകയാണ്. അത് പലരും പറയുന്നില്ല. അതിലൊന്ന്, ഇന്ത്യക്ക് പുറത്തുള്ള ശക്തികൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ്. രണ്ടാമത്, തീവ്രവാദികളും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ്. മൂന്നാമത്തേത്, ഇന്ത്യക്കകത്തുള്ള ദുഷ്ടശക്തികൾ ഇന്ത്യയുടെ നേട്ടത്തെ, വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ്. നാലാമത് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ അനാവശ്യമായി ഇത്തരം ആൾക്കാരുമായി സന്ധി ചേർന്നുകൊണ്ട് ചെയ്യുന്ന ചില ദുഷ്പ്രവൃത്തികളെക്കുറിച്ചും വാൺ ചെയ്തുകൊണ്ടാണ്. അഞ്ചാമതായി അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലെ ജനത ഉണരണം, നിങ്ങൾ യുവാക്കളെ, നിങ്ങൾക്ക് ഞാൻ ചില പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ത്യയിലെ കർഷകരെ, മത്സ്യത്തൊഴിലാളികളെ, നിങ്ങൾക്ക് ഞാൻ ചില പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ത്യയിലെ ആബാലവൃദ്ധ ജനങ്ങളെ, നിങ്ങൾക്ക് സംരക്ഷണമേകുന്ന ഒരു പുതിയ ഇന്ത്യയിലേക്ക് നമ്മൾ പോവുകയാണ്, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സംഘടിതമായ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് RSSനോടാണ്. RSS കൂടി ഈ ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായി പോലും ഭീഷണി ഉയർത്തുന്ന ലോകരാഷ്ട്രങ്ങളുടെ ചില നീക്കങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ. ആ നീക്കങ്ങളിൽ RSS ഉൾപ്പെടെയുള്ളവർ കുറെ കൂടെ കാര്യക്ഷമമായി എന്നെ പിന്തുണയ്ക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതിൽ RSS മാത്രമാണ് ചിലർ പറയുന്നത്. പിന്നെ ചിലർ പറയുന്നത്, ഈ നുഴഞ്ഞ കയറ്റക്കാർ ഇന്ത്യയിലെ ദരിദ്രനാരായണന്മാരുടെ ഭക്ഷണം അടിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെയും മമത അടക്കമുള്ളവർ വിമർശിക്കുന്നുണ്ട്. ഈ രണ്ട് വിമർശനങ്ങളെ പുറത്ത് അധികമായിട്ട് വരുന്നത് ചെയ്ത പ്ലസ്സുകൾ ഒന്നും വരുന്നില്ല. അതിൽ പ്ലസ്സുകളിൽ ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്കാരൻ്റെ രക്തമൊഴുക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ വെള്ളം കിട്ടാൻ പോകുന്നില്ല. അതായത് പാകിസ്ഥാനിനോട് ഒരു പുതിയ തന്ത്രം എടുത്തോളാൻ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. വെള്ളം കിട്ടുന്നില്ലേ എന്ന് കരഞ്ഞു. അപ്പം ലോക ജനത മുഴുവൻ ഇളകും, മനസാക്ഷി ഇളകും. കാരണം ഇതിന് വെള്ളം കൊടുക്കുന്നില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഹമാസ് എന്തെല്ലാം ക്രൂരത കാണിച്ചെങ്കിലും ഭക്ഷണം കിട്ടുന്നില്ല, കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലായി പോവില്ലേ? അതെ. അപ്പൊ ഹമാസിനല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ വെള്ളം ഭക്ഷണം പാലസ്തീൻ ജനതയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ഇസ്രായേൽ അതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊരു വിഷമമാണ് തരുന്നത്, അല്ലേ? അതെ. അതുപോലെ വെള്ളം കിട്ടുന്നില്ലേ എന്ന് വിലപിച്ചോ പാകിസ്ഥാൻകാരെ. അപ്പൊ നിങ്ങൾക്ക് ലോക മനസാക്ഷിയുടെ ഹൃദയം പിടിച്ചു പറ്റാൻ ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഞങ്ങളുടെ രക്തം ഊറ്റിക്കൊണ്ട്, ഞങ്ങളുടെ ഇന്ത്യക്കാരന്റെ രക്തം ഊറ്റിക്കൊണ്ട് നിനക്ക് വെള്ളം ലഭിക്കില്ല. അപ്പൊ അവിടെ പിക്ചർ മാറ്റിവെച്ചു. അപ്പൊ പാകിസ്ഥാനിലെ ആ ഭീഷണിയുമായിട്ട് വരണ്ട, അണുവായുധം കൊണ്ട് തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസീം മുനീറെ തൻ്റെ കൂലിപ്പട്ടാളക്കാരെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തിനൊരു മെസ്സേജാണ് കൊടുത്തത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ സൈന്യത്തിനെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുന്നു. അതായത് പാകിസ്ഥാനിലുള്ള 9ഓളം പാഡുകൾ, അത് ഭീകരന്മാരുടെ താവളങ്ങൾ അടിച്ച് തകർത്തതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇനിയും തുടരും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭീകരരെ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും അടി നടക്കും. വേറൊന്നും കൂടെ അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ആര് പണവും ആയുധവും സൗകര്യവും ചെയ്തു കൊടുക്കുന്നോ അവനെയും നമ്മൾ തകർക്കും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡീപ് സ്റ്റേറ്റിനെയും വേണ്ടി വന്നാൽ നമ്മൾ അതിനുമുള്ള സംവിധാനങ്ങൾ ആഗോളതലത്തിൽ രൂപീകരിക്കും. അതെ, ചൈനയ്ക്കും ഒരു മുന്നറിയിപ്പാണ്. എല്ലാവരും ആരൊക്കെ ഭീകരതയ്ക്കൊപ്പം നിൽക്കുന്നോ അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളോടാണ്. നമ്മുടെ രാഷ്ട്രം ടാരിഫ് പ്രശ്നത്തിൽ ഒരു വലിയ ഭീഷണി നേടുകയാണ്. തലക്കടിക്കുന്ന ടാരിഫുമായി ട്രംപ് വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സ്വദേശി എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ മടങ്ങണം. സ്വദേശി എന്ന് ഗാന്ധിജി പണ്ട് പറഞ്ഞ പോലെ സ്വദേശി സ്വദേശി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇന്നത്തെ ഇന്ത്യൻ ജനത
എല്ലാ സ്വദേശികളും വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. അതിനൊരു ഇൻസ്പിറേഷൻ അദ്ദേഹം ഇട്ട് കൊടുത്തു. ദീപാവലിക്ക് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാൻ പോണു. GSTയെ ഞാൻ 2 ടയർ സംവിധാനമാക്കാൻ പോവുകയാണ്. പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ ഒക്കെ കൺസ്യൂം ചെയ്യുന്ന മുഴുവൻ പ്രോഡക്ട്സിനും താഴ്ന്ന വിലയിലേക്ക് ടാക്സിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 5%, 12%, 18%, 25%, 28%, ഇങ്ങനെ 4 ഇതാണെങ്കിൽ 4 ടയർ ആണെങ്കിൽ അത് നേരെ തിരിച്ചാണ് വരാൻ പോകുന്നത്. 5 കഴിഞ്ഞാൽ പിന്നെ 18 ഉള്ളൂ. 12 മാറ്റിക്കൊണ്ട് അതിൽ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന മുഴുവനും ഇങ്ങോട്ട് 5ലേക്ക് മാറ്റാൻ പോകും, മറ്റേത് കുറച്ച് അപ്പുറത്തോട്ട് പോകും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, സ്വദേശി നിങ്ങൾ വാങ്ങൂ. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മളാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ നമ്മളെ പിഴിയാൻ നോക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല മാർക്കറ്റ് നമ്മളാണ്. നമ്മൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കൂ എന്നൊരു മെസ്സേജ്. അത് ഇന്ത്യയിലെ മുഴുവൻ യുവാക്കൾക്കുള്ളൊരു മെസ്സേജ് കൂടിയാണ്. അതിനാണ് പറഞ്ഞത് 1 ലക്ഷം കോടി രൂപ നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഞാൻ തരും. 35 വയസ്സ് പ്രായമുള്ള യുവജനത ഏറ്റവും കൂടുതലുള്ള രാഷ്ട്രം ഇന്ത്യയാണ്. ആ ഇന്ത്യയിലെ യുവാക്കളോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ജെറ്റ് പോർ വിമാനം സ്വന്തം കൈകൊണ്ടുണ്ടാക്കണം. യുദ്ധത്തിന് ജെറ്റ് എഞ്ചിനുകൾ നിങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയണം. വലിയ സ്വപ്നമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, AI-ക്ക് വേണ്ടി നിങ്ങൾ ചിപ്പുകൾ നിർമ്മിക്കണം. നമ്മൾ AI തലത്തിൽ വലിയ ശക്തിയാകണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുപോലെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നമുക്ക് വാട്സാപ്പ് ഉൾപ്പെടെയുള്ളത് മാറ്റിയിട്ട് സ്വദേശ നിർമ്മിതമായ ആപ്പുകൾ ഉണ്ടാക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ആപ്പുകൾ കൊണ്ട് നിറയണം. അമേരിക്കക്കാരൻ നിങ്ങളുടെ ആപ്പ് വാങ്ങിച്ച് അവിടെ ഉപയോഗിക്കാൻ തുടങ്ങണം. അതിലേക്ക് നമ്മൾ വരണം എന്ന്. അതിന് സപ്പോർട്ട്, ടെക്നോളജി എല്ലാം നമ്മൾ തരും. നിങ്ങൾ നിൽക്കണം, പണവും തരും. അതിനാണ് 1 ലക്ഷം കോടി പിന്തുണയും സർക്കാർ തരും. നിങ്ങൾ അതിന് തയ്യാറാണ്. പിന്നെ വിദേശ ശക്തികളും സ്വദേശ ശക്തികളും എല്ലാം അറിഞ്ഞിരിക്കാൻ ഒരു കാര്യം പറഞ്ഞു. ഒന്നാന്തരം സ്പേസ് ഷട്ടിൽ മാത്രമല്ല, സ്പേസ് സ്റ്റേഷനും കൂടെ നമ്മൾ നിർമ്മിക്കും. ഇന്ന് അമേരിക്കയുടെ കൈവശം ഇരിക്കുന്ന, റഷ്യയുടെ കൈവശം ഇരിക്കുന്ന, അല്ലെങ്കിൽ ചൈനയുടെ കൈവശം ഇരിക്കുന്ന ആ സ്പേസ് യുഗത്തിൽ ഇന്ത്യയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാർ വാർസിന്റെ ആളായി മാറുകയാണ്. അതെ. പിന്നെ നമ്മളെ ആർക്കും തൊടാൻ കഴിയില്ല. അപ്പൊ അത്രയ്ക്ക് വലിയ സുരക്ഷിതത്വം അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയാണ്. ഇത് ഇന്ത്യൻ ജനതയോട് പറയുകയാണ്, നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കൂ. കർഷകരോടും മത്സ്യത്തൊഴിലാളികളോടും പറയുന്നു, അന്തകവിത്തടക്കമുള്ള സാധനങ്ങളും കൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ കാർഷിക രംഗമോ അല്ലെങ്കിൽ നമ്മുടെ വിപണിയോ ഒന്നും പിടിച്ച ഉലയ്ക്കാൻ ആരെയും സമ്മതിക്കില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് പുഷ്ടിപ്പെടണം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മാർഗത്തിലേക്ക് പോകണം. ഇങ്ങനെ ഇന്ത്യൻ ജനതയോട് മാത്രമല്ല, പ്രതിപക്ഷത്തിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ചെറിയ മഹാദേവപുരത്തെ കുറെ വോട്ട് അറിഞ്ഞുകൊണ്ട് പേടിപ്പിക്കേണ്ട. നുഴഞ്ഞു കയറ്റക്കാരെ ഞാൻ തടുക്കും. നുഴഞ്ഞു കയറ്റക്കാരെത്രയാ? 2 കോടി നുഴഞ്ഞു കയറ്റക്കാരുണ്ടെന്നാണ് ഇപ്പോൾ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. 65 ലക്ഷത്തിനാണ് നിങ്ങൾ ഇപ്പം സുപ്രീം കോടതിയിലും ഒക്കെ പോയി കിടന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ. ഇവിടെ 2 കോടി ആൾക്കാരുണ്ട്. അതാണ് മമതയ്ക്ക് കൊണ്ടത്. മമത അവിടെ തന്നെ ചാടി വീണു. നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഡെമോഗ്രാഫി തകർക്കല്ല. ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ആൾക്കാർ ബംഗാളിലേക്ക് വന്ന് ഈ വ്യാജാളിലുണ്ട്, ബീഹാറിലുണ്ട്, ആസാമിലുണ്ട്, മറ്റ് കിഴക്കൻ സ്റ്റേറ്റുകളിലുണ്ട്, UP-യിലുണ്ട്, കൊച്ചു കേരളത്തിൽ വരെ ഉണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, 2 കോടിയോളം വരുന്നവർ ഇവിടെ ഉണ്ടെന്ന് അദ്ദേഹം അതിൽ പറഞ്ഞില്ല. അദ്ദേഹം ഈ നുഴഞ്ഞു കയറ്റക്കാർ വന്ന് 146 കോടി ജനങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കും. ഏറ്റവും ശക്തമായ താക്കീതാണ്. അത് പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ കൊച്ചു കളിക്കുള്ള ഒരു താക്കീതാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു ഇലക്ഷൻ സ്പീച്ചിന്റെ മോഡിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യൻ ജനതയുടെ കൈയടി വാങ്ങിച്ചത്. അതിൽ നിന്ന് വേറൊരു മെസ്സേജും കൂടെ. 240 സീറ്റുമായി നിൽക്കുന്ന BJPക്ക് 31 പേരുടെ പിന്തുണയുണ്ട്. നിങ്ങൾ ഡീപ് സ്റ്റേറ്റിനെയും മറ്റവനെയൊക്കെ പിടിച്ച് ഇത് തള്ളിയിടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ എന്നെ താഴെ ഇറക്കാൻ ശ്രമിച്ചാൽ, പിന്നെ ഞാൻ വരാൻ പോകുന്നത് 400 സീറ്റ് എന്നുള്ള പഴയ തിയറിയിലേക്ക് ഞാൻ വരും, ഞാൻ കൊണ്ടെത്തിക്കും.
അതിന് എൻ്റെ കയ്യിൽ ഇത്രയും സംവിധാനങ്ങളുണ്ട്, ഇത്രയും ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കോരിത്തരിപ്പുണ്ടാക്കുന്ന ഒരു പ്രതികരണവും കൂടെ അദ്ദേഹം അണികൾക്കും ഒപ്പം സാധാരണ ചിന്തിക്കുന്ന ജനങ്ങൾക്കും കൂടെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് RSSകാർ മഹാന്മാരാണ്, നല്ലവരാണ്, അവരുടെ സേവനം ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയായ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഞാൻ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രതിപക്ഷത്തിൻ്റെ ഇടയിലും എല്ലാം കിടന്ന് ഞെരുവിരി കൊള്ളുകയാണ്, വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഒരു കണ്ണ് എനിക്കൂടെ തന്നേക്കണേ എന്ന് പറയാതെ പറയുകയും കൂടി ചെയ്തിരിക്കും. ഒരു താങ്ങ് എനിക്ക്, ഒരു സപ്പോർട്ട് ഈ വൈതരണിയിൽ എനിക്കൂടെ തരണേ എന്ന് അദ്ദേഹം ഭംഗ്യനിരയെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതാണ് പ്രതിപക്ഷത്തിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ ഇളകിയിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഈ 2 കോടിയോളം വരുന്ന നുഴഞ്ഞു കയറ്റക്കാരെ ചവിട്ടി പുറത്താക്കുമെങ്കിൽ നമ്മുടെ വോട്ടെല്ലാം പോകും. രണ്ടാമത്തേത് നമ്മുടെ RSSുമായിട്ട് ഇങ്ങനെ പറഞ്ഞതിനെ അത് വർഗീയവാദികളോടൊപ്പം ചേരുന്ന ഡയലോഗായിപ്പോയി. റെഡ് ഫോർട്ടിൽ അത് നിന്ന് പറയാമോ, സ്വാതന്ത്ര്യദിനത്തിന് അത് പറയാമോ എന്നൊക്കെ ഉള്ളൊരു വ്യാഖ്യാനം കൊടുത്തിട്ട് ഇതിനെ മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ഇതൊക്കെ വെച്ച് മറയ്ക്കാമെന്നാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ജനത പൂർണ്ണമായും അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് കഴിഞ്ഞു. അവർ ഇനി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നേതാവിനെ കാണുന്നത് ഒരുപക്ഷെ ഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാവായിട്ട്. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് അത്തരത്തിലൊരു സ്റ്റേച്ചർ കിട്ടിയതിനെ അടിയന്തരാവസ്ഥ എന്നൊരു കരാള ഭരണം കൊണ്ടുവന്നില്ലെങ്കിൽ, പക്ഷെ അതിപ്പോൾ മോദി അടിച്ചെടുത്തു എന്നാണ് റെഡ് ഫോർട്ടിലെ ഈ 103 മിനിറ്റ് നീണ്ട അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തിയ സ്പീച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.